കടവാക്കരയിലേക്ക് പോയാൽ അവിടെ പുഴയിൽ വീണ കാർ ഇതാ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മണലിപ്പുഴയിലെ കച്ചക്കടവിൽ മുങ്ങിയ കാറാണ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നത്. വീണ്ടും കാർ വെള്ളത്തിലേക്ക് പോയോ ഷബാസ്? ഇപ്പോൾ നമുക്ക് പുറമേക്ക് കാണാനാകുന്നില്ലല്ലോ. ജലനിരപ്പിന് മുകളിൽ കാർ കാണുന്നില്ല. ആഴമുള്ളിടത്തേക്ക് എത്തിയപ്പോൾ താഴേക്ക് പോയതാണോ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വിനിത, ആഴമുള്ള ഭാഗമാണ്. അതിനാൽ തന്നെ ആ ഭാഗത്തു കൂടി ഈ റോഡിനോട് അടുപ്പിച്ചെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഴമുള്ള ഭാഗത്തേക്ക് എത്തിയപ്പോൾ കാർ ഒന്ന് താഴ്ന്നു പോയതാണ്. നേരത്തെ നമ്മൾ കണ്ടത് ജലനിരപ്പ് കുറഞ്ഞ ഈ കരയോട് ചേർന്ന ഭാഗമായിരുന്നു, കടവിനോട് ചേർന്ന ഭാഗമാണ്. ആ ഭാഗത്തെത്തിയപ്പോൾ കാർ ഉയർന്ന് കണ്ടതാണ്. ഇപ്പോൾ എന്തായാലും അത് നീക്കി മറ്റൊരു ഭാഗത്തേക്ക്, അതായത് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, ഈ 200 മീറ്റർ അപ്പുറത്ത് നിന്ന് നീക്കി കൊണ്ടുവന്നാണ് ആ കാർ നീക്കി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു, ഈ കരയോട് ചേർന്ന ഭാഗത്ത് എത്തിക്കുന്നു. ആ കരയോട് ചേർന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്രെയിൻ നിൽക്കുന്ന ഭാഗത്തേക്ക്, ആ ദൃശ്യങ്ങളിൽ ക്രെയിൻ നോക്കിയാൽ അറിയാം, ആ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വഴിയുള്ളത്. ആ വഴിയോട് ചേർന്ന്, ആ റോഡിനോട് ചേർന്ന് അങ്ങോട്ടേക്ക് എത്തിച്ച് ആ ചരിഞ്ഞു നിൽക്കുന്ന മണ്ണ് ആ ഭാഗത്ത് കൂടി കാറ് റോഡിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ്. നേരത്തെ നമ്മൾ ആ 200 മീറ്റർ അപ്പുറത്ത്, അതായത് ആ കാണുന്ന ആ പുഴയിൽ ആ ഭാഗത്ത് കാണുന്നൊരു പനയിൽ തടഞ്ഞു നിൽക്കുന്ന ആ നിലയിലായിരുന്നു കാർ ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം, അതായത് പുഴയോട് ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഒരു കരഭാഗം കാണാം. ആ ഭാഗത്ത് നിന്നാണ് കാറ് തങ്ങി നിന്ന നിലയിൽ ഇന്നലെ കണ്ടെത്തുന്നത്. ചൂണ്ടയിടാൻ എത്തിയ ആളുകളായിരുന്നു കണ്ടെത്തിയത്. പിന്നീട് അവിടെ നിന്ന് ഇത്രയും ദൂരം, ഏകദേശം 200 മീറ്ററിലധികം കാറ് വലിച്ചു കൊണ്ടുവരികയായിരുന്നു. ആ ശ്രമത്തിനിടയിലാണ് പലതവണ ഈ റോപ്പ് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ക്രെയിൻ ഉപയോഗിച്ചുള്ള വലിക്കുന്ന ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെയാണ് നാട്ടുകാർ തന്നെ ഇടപെട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ചേർത്ത് കൊണ്ട് ഈ ക്രെയിൻ വലിച്ചെടുക്കുന്നൊരു നിലയിലേക്ക് പോയത്. അങ്ങനെ നാട്ടുകാരുടെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായി ആ ഭാഗത്ത് നിന്ന് 150 മീറ്ററോളം ഇങ്ങോട്ടേക്ക് അടുത്തേക്കെത്തി. ഇപ്പോൾ ഈ കരയോട് ചേർന്ന ഭാഗത്ത് കൂടി അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. കരയോട് ചേർന്ന ഭാഗത്ത് കൂടി അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ഇപ്പോൾ ആ നടുവിൽ ഈ ആഴം കൂടിയ ഭാഗത്തേക്ക് കാർ എത്തിയപ്പോഴാണ് അത് കാണാതിരുന്നത്. ഇപ്പോൾ എന്തായാലും ഒന്നും കൂടി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. കാറ് മുകളിലേക്ക് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. കൂടുതൽ കരഭാഗത്തോട് കാർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ കാറ് കരയിലേക്ക് കയറ്റാൻ കഴിയും എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം നാട്ടുകാരൊക്കെ കൂടി പുഴയിൽ ഇറങ്ങിക്കൊണ്ട് പല ഭാഗത്തും ഈ കാർ ഉയർത്തി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് കുറച്ച് ഭാഗം കാർ നീങ്ങി വന്നത്. കാരണം ഇടയിൽ ചളിയുണ്ട്, ഒപ്പം പാറക്കെട്ടുകളുണ്ട്, ഒപ്പം ഈ കാർ ഒഴുക്കിന് എതിരെ വലിച്ചെടുക്കുക എന്നത് വലിയ പ്രയാസമായിരുന്നു. ആ ഘട്ടത്തിൽ 2 തവണ ഈ റോപ്പ് പൊട്ടിപ്പോയി. അപ്പോഴൊക്കെ ഈ നാട്ടുകാർ ഒന്നിച്ചു നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുകൊണ്ട് ഈ കാർ പലതവണ വെള്ളത്തിൽ നിന്ന് പൊക്കി വിട്ടു. ഈ 4-5 ആളുകൾ ചേർത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് അവരിത്തരത്തിൽ ഈ കാർ പൊക്കി വിട്ടത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോഴും വീണ്ടും ഈ ശ്രമങ്ങൾ തുടർന്ന് പോവുകയായിരുന്നു. അങ്ങനെ നാട്ടുകാർ കയർ കെട്ടി വലിച്ചെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കാർ ഇത്രയെങ്കിലും ഈ 150 മീറ്ററോളമെങ്കിലും ഇങ്ങോട്ട് ഒഴുക്കിനെതിരെ വലിച്ചെത്തിക്കാൻ കഴിഞ്ഞതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു ശ്രമകരമായ ദൗത്യമാണ്. ഏകദേശം മണിക്കൂറുകളായി ഈ ദൗത്യം തുടങ്ങിയിട്ട് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. സാറ് വെള്ളത്തിൽ ഇപ്പോൾ കയറിയിട്ടുള്ളൂ അല്ലേ? അതെ, വെള്ളത്തിൽ ഇപ്പോൾ കയറി. എന്നാലും ഒരു ശ്രമകരമായ ദൗത്യമാണ്. അതെ, വളരെ. അതായത് ഇപ്പോൾ ഇത് ഇത്രയും ദിവസമായിട്ട് അപ്പോൾ നമ്മളത് കയറ്റാന്നുള്ളത് നമ്മുടെ ഒരു, എന്തായാലും നമുക്ക് കയറ്റണം എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. അവിടെ നിന്ന് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ തടഞ്ഞ് അവിടെ ഇതിലായിട്ട് ചളിയിൽ താന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പാറയിൽ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നീന്തി ചെന്നിട്ട് റോപ്പ് ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ്, ഞാനും ബിജേഷ് ഉണ്ടായിരുന്നു, നീന്തി റോപ്പിൽ അവിടെ വരെ എത്തി. അവിടുത്തെ കാറിലിട്ടിട്ട് ബെൽറ്റ് ഇട്ടിട്ട് നമ്മൾ റോപ്പ് ബന്ധിച്ചിട്ട് ക്രെയിനിൽ കെട്ടി കുറച്ചുകൂടെ വലിച്ചൊരു ഏകദേശം ഒരു 15 മീറ്റർ ആയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോപ്പ് പൊട്ടിപ്പോയി. അതൊരു പാറയിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടുകാരുണ്ട്, ഒരു 2-3 പേരുണ്ടായിരുന്നു, ഞങ്ങളും 2 പേര്. അങ്ങനെ നിന്ന് ആ പാറയിൽ നിന്ന് നമ്മളതിനെ എടുത്ത് മാറ്റി വെച്ചു. വെള്ളത്തിൽ നിന്നിട്ടുകൊണ്ട് ആ പാറയിൽ നിന്ന് വണ്ടീനെ കുറച്ചങ്ങോട്ട് നീക്കി വെച്ചത്. ആളുകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് കാർ പൊന്തി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഞങ്ങളും ഉണ്ട്, കൂടെ നാട്ടുകാരും. അതായത് നമ്മുടെ പോലീസിലൊരു ഉദ്യോഗസ്ഥനാണ് അയാൾ. അത് നമ്മളൊപ്പം വളരെ ശ്രമകരമായ ഇതിൽ ആളും കൂടെ എടുത്ത് വണ്ടീനെ എടുത്ത് പൊക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ റോപ്പ് കെട്ടിയിട്ട് മാനുവലായിട്ട് വലിച്ച് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വീണ്ടും എത്തിയപ്പോൾ പിന്നെ ക്രെയിൻസ് വന്നിട്ട് ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 തവണ ക്രെയിനിലെ റോപ്പ് പൊട്ടിപ്പോയപ്പോൾ നമ്മൾ ദൗത്യം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഇന്ന് ഇവിടെ എത്തിച്ചിട്ട് ഒന്ന് കൊണ്ടുവരുള്ളൂ എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു നമുക്ക്. ആ ലക്ഷ്യം സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. എന്തായാലും കരയിലേക്ക് കയറ്റാൻ കഴിയുമല്ലോ വൈകാതെ? അതെ, ഇപ്പോൾ തന്നെ ക്രെയിൻ കൊണ്ട് കയറ്റാനായിട്ട് ഉള്ള ഇത് ചെയ്യാൻ പറ്റും.
അതാണ് എന്തായാലും വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടക്കം ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ കാർ ഇത്രത്തോളം വലിച്ചെടുക്കുന്നത്. ആ കാർ എന്തായാലും ഇപ്പോഴത്തെ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരമായ ദൗത്യം. ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെ കൃത്യമായി പറഞ്ഞു. പലതവണ ഇതിൽ വെല്ലുവിളികൾ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഈ കാർ ഇങ്ങോട്ടേക്ക് നീക്കുന്ന സമയത്ത് പലതവണ റോപ്പ് പൊട്ടിപ്പോയി. ചളി കുടുങ്ങി അല്ലെങ്കിൽ പാറയിൽ കുടുങ്ങിയൊക്കെ റോപ്പ് പൊട്ടിപ്പോയി. ഒഴുക്കിനെതിരെ കാർ വലിച്ചെടുക്കുക എന്നായിരുന്നു ഏറ്റവും ശ്രമകരമായ ദൗത്യം. അത്തരത്തിൽ ആ സമയങ്ങളിലൊക്കെ അത് പരാജയപ്പെട്ടപ്പോഴൊന്നും അതിൽ നിന്ന് പിന്മാറാൻ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒന്നും തയ്യാറായിരുന്നില്ല. പിന്നീട് കൂടുതൽ ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ക്രെയിൻ വെച്ച് വലിക്കുന്നത് മാറ്റി നിർത്തിക്കൊണ്ട് അതിന് പകരം നാട്ടുകാർ തന്നെ ഇത്തരത്തിൽ കയർ കെട്ടി, കാറിൽ രണ്ട് ഭാഗത്തായി കയർ കെട്ടി മറ്റൊരു മരത്തിലൂടെ ചുറ്റി വരിഞ്ഞ് എല്ലാവരും ചേർന്ന് ഒത്തുചേർന്നുകൊണ്ട് ഈ കാർ വലിച്ചെടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ നേരത്തെയൊക്കെ കണ്ടത്. എന്തായാലും ആ ഭാഗം, അതായത് ഏറ്റവും ശ്രമകരമായ ഭാഗം ഇപ്പോൾ കഴിഞ്ഞു. കൂടുതൽ അടുത്തേക്ക്, അതായത് കരക്കടുത്തേക്ക് കാർ ഇപ്പോൾ എത്തി. ഇനി എന്തായാലും കുറച്ചുകൂടി എളുപ്പത്തിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നീക്കാൻ കഴിയുന്നൊരു അവസ്ഥയിലേക്ക് നിലവിൽ എന്തായാലും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനിയും ക്രെയിൻ ഉപയോഗിച്ച് റോട്ടിലേക്ക് എടുത്തു വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എളുപ്പത്തിൽ കയറ്റാൻ പറ്റുന്ന ഒരു ഭാഗം എന്നത് ആ ക്രെയിൻ നിൽക്കുന്ന, ദൃശ്യങ്ങളിൽ കാണുന്ന ക്രെയിൻ നിൽക്കുന്ന ഭാഗം തന്നെയാണ്. അതിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ, ആ പാലത്തിന് അരികിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഈ കരയിലേക്ക് കാർ പൂർണ്ണമായും കയറ്റാനാവുക. അതുകൊണ്ട് തന്നെ ഈ കാറിനെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ബുധനാഴ്ച പുലർച്ചെ ഈ അപകടം നടന്ന സമയത്ത് പിന്നീട് ഈ കാർ ആർക്കും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോലും, അല്ലെങ്കിൽ ആ കാണുന്ന പാലത്തിന് അരികിൽ വരെ വെള്ളം ഉയർന്ന നിലയിലായിരുന്നു. വലിയ ജലനിരപ്പ് അന്നുണ്ടായിരുന്നു. കനത്ത മഴ ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അന്ന് നടത്തിയ തിരച്ചിലൊന്നും ഈ കാർ എവിടെയെന്ന് പോലും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മഴ മാറി ജലനിരപ്പ് കുറഞ്ഞ 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അപകടം നടന്ന കാച്ചക്കടവിന് 200 മീറ്റർ അപ്പുറത്ത് നിന്ന് ഇത്തരത്തിൽ ഈ കാർ കണ്ടെത്തുന്നത്. അപ്പോഴും ഈ കാറിന്റെ മേൽഭാഗം മാത്രമായിരുന്നു കണ്ടത്. മീൻ പിടിക്കാനെത്തിയ, ചൂണ്ടയിടാനെത്തിയ യുവാക്കളാണ് ഇത്തരത്തിൽ ആദ്യം കാർ കാണുന്നത്. അവർ ഉടൻ തന്നെ നാട്ടുകാരെയും മറ്റുള്ളവരുമൊക്കെ വിവരം അറിയിച്ചു. അങ്ങനെ ഇന്ന് കാർ പുറത്തെടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴും രാവിലെ മുതൽ പല പ്രതിസന്ധികൾ ഇത് പുറത്തെടുക്കുന്നതിലുണ്ടായിരുന്നു. അതായത് ഈ വലിയ ക്രെയിൻ എത്തിച്ചുകൊണ്ട് ഏത് ഭാഗത്തു കൂടി ഇട്ട് വലിക്കും എന്നൊരു ചോദ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം 200 മീറ്ററോളം ഈ റോപ്പിട്ട് വലിച്ചാൽ പലതവണ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മറ്റു വഴികളൊന്നുമില്ല. ഈ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് കയറാമെന്ന് വെച്ചാൽ അവിടെ ഈ മണ്ണ് ചതുപ്പ് നിലം പോലെയാണ്. അതായത് ഈ ക്രെയിൻ, ഇത്രയും ഭാരമുള്ള ക്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മണ്ണിൽ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. പുഴയുടെ വശങ്ങൾ ഇടിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികൾ ഈ ദൗത്യത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ഈ ദൗത്യം തുടങ്ങുന്നു. ആദ്യഘട്ടത്തിൽ റോപ്പിട്ടുകൊണ്ട്, ക്രെയിനിൽ റോപ്പിട്ട് 200 മീറ്റർ നീളമുള്ള റോപ്പിട്ടുകൊണ്ട് കാർ അവിടെ നിന്ന് വലിച്ചു കയറ്റാനുള്ള ശ്രമം തുടങ്ങുന്നു. അതിനുശേഷം പലതവണ, ഈ 2 തവണ ഈ ക്രെയിനിലെ റോപ്പ് പൊട്ടിപ്പോകുന്നു. അപ്പോഴും ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ ഈ ആളുകൾ തയ്യാറായിരുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് ഈ കാർ പുറത്തേക്ക് എടുക്കുക എന്നൊരു ദൗത്യത്തിൽ, ലക്ഷ്യത്തിൽ ഉറച്ചു തന്നെയായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ എത്തിച്ചേർന്നത്. ഈ ചാവക്കാട് സ്വദേശിയായി സിനാൻ എന്നൊരു നിയമവിദ്യാർത്ഥി സഞ്ചരിച്ചിരുന്ന കാറാണ്. ആ കാറാണ് ബുധനാഴ്ച പുലർച്ചെ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നത്. കനത്ത മഴയുണ്ടായിരുന്നു, റോഡിലും വെള്ളമുണ്ടായിരുന്നു, പുഴയിലും വെള്ളമുണ്ടായിരുന്നു. അത്തരത്തിൽ രാത്രി വരുമ്പോൾ റോഡ് മനസ്സിലാകാതെ തെന്നി പുഴയിലേക്ക് മറിഞ്ഞു പോവുകയായിരുന്നു. എന്തായാലും ഈ വിദ്യാർത്ഥി രക്ഷപ്പെട്ടു എന്നത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. അപകടത്തിൽ ആർക്കും പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ ഈ 17 ലക്ഷം രൂപ വിലയുള്ള കാർ പുഴയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്തായിരുന്നു ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. അത്തരത്തിൽ ആ കാർ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ തന്നെ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സും സ്കൂബ സംഘവും ഒക്കെ നടത്തിയ തിരച്ചിൽ ഇത്തരത്തിൽ ഈ കാർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ജലനിരപ്പ് കുറഞ്ഞപ്പോഴാണ് ഈ ഒരു ദൗത്യം വീണ്ടും പുനരാരംഭിക്കാനത്. ഇപ്പോൾ എന്തായാലും ഈ കരയിലേക്ക് നേരിട്ട് കയറ്റാൻ കഴിയുന്ന ഒരു അത്രത്തോളം അടുത്തേക്ക് കാർ എത്തിയിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇത് പൂർണ്ണമായും കരയിലേക്ക് കയറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷബാസ് ആണ് കാച്ചക്കടവിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ നൽകിയത്.